ഒരു ഒരു ഭാര്യനെ ഡൈവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു അനീഷിൻ്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറയണത്. ഇപ്പോൾ സൗന്ദര്യമില്ല എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ കല്യാണം കഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ സൗന്ദര്യമില്ല, അതാണ് ഡൈവോഴ്സ് ചെയ്തത്, ഇല്ലെങ്കിൽ പിന്നെ വേറെയുള്ള പോരായ്മകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഡൈവോഴ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ആ ഒരു വ്യക്തിനെ കുറിച്ച് ആരായാലും, വീട്ടുകാരായാലും ശരി, പുറത്തുള്ളവരായാലും ശരി, പിന്നെ ഡൈവോഴ്സ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരാളെ പേരിൽ കേസ് കൊടുക്കാനോ, കേസ് കൊടുത്തിട്ട് പിന്നെ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനോ ഏത് പെണ്ണായാലും ആണായാലും നിൽക്കരുത്. പിന്നെ അവരെ ജീവിതം നോക്കി പോട്ടെ. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ല ആണായാലും പെണ്ണായാലും പോണത്. അത് പറ്റുന്നുണ്ടെങ്കിൽ പോകില്ലല്ലോ. അപ്പം അനീഷ് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭാര്യ അത് എടുത്ത് ഭാര്യ ചിലപ്പോൾ ഒരു തമാശയിൽ പറഞ്ഞു കാണുമായിരിക്കും. അപ്പം അനീഷ് എന്നല്ല, ഏത് പെൺകുട്ടികളുടെയും കാര്യം, എത്ര സൗന്ദര്യമില്ല ആൾക്കാരായാലും സൗന്ദര്യമില്ലാത്തവരായാലും ഇല്ലവരാണെങ്കിലും ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഓരോരുത്തരും ഡൈവോഴ്സ് ആകുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അത് സൗന്ദര്യത്തിൻ്റെ പേര് മാത്രമൊന്നല്ല, പല പ്രശ്നത്തിൻ്റെ പേരിലുമാണ് ഡൈവോഴ്സ് ആകുന്നത്. അല്ലാതെ ഭർത്താവിൻ്റെ പോരായ്മ കൊണ്ടോ ഭർത്താവിൻ്റെ വീട്ടുകാരെ പോരായ്മ കൊണ്ടോ പെണ്ണുങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആണുങ്ങൾ കൊള്ളാത്തവരാണ്. അതുപോലെ ആണുങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളും കൊള്ളാത്തവരാണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആയി കോടതിയിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ അയാളെ ഏതൊരാളിനെ, പെണ്ണിനെ കുറിച്ചായാലും ആണിനെ കുറിച്ചായാലും പിന്നീട് ഒരു കുറ്റങ്ങൾ പറയാൻ നിൽക്കരുത്. അത് മാന്യതയ്ക്ക് യോജിച്ചതല്ല.